മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി യോജിച്ച് പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ആശ്രയ നേതൃത്വമായി മതരാഷ്ട്രവാദികൾ SDP, ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ പോപ്പുലർ ഫ്രണ്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ ഗൗരവമുള്ള ഒരു പ്രശ്നം. ഈ നിലപാടിനെ ശക്തിയായിട്ട് തുറന്നു കാണിക്കുക എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, സ്വത്തുരാഷ്ട്രീയം കൂടിച്ചേർത്ത് ജാതി സംഘടനകൾക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കടക്കാതെ അറിയായി ഓരോന്നിനെയും സംഘടിപ്പിക്കുകയും എന്നാൽ ഓരോന്നോരോന്നായി വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന സമീപനം, അതിനെ അതിശക്തിയായിട്ട് എതിർക്കും. വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്, പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും, ഒപ്പം UDF. ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലപാട് ഈ രണ്ട് വർഗീയതകൾ തമ്മിലുള്ള മത്സരം ഇവർക്ക് രണ്ടിനും അനുകൂലമായി രൂപപ്പെടും എന്നുള്ളതാണ് വസ്തുത. ന്യൂനപക്ഷ വിഭാഗങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും സംഘപരിവാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാസ ഉൾപ്പെടെയുള്ള ക്രിസ്തീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതേ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗവും ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അതിന് മുമ്പിൽ നിൽക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വത്വരാഷ്ട്രീയത്തെയും അതിൻ്റെ നിലപാടുകളെയും എല്ലാവരും ശക്തിയായിട്ട് തുറന്ന് എതിർക്കേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷത പുലരണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം, എല്ലാ മതവിശ്വാസികൾക്കും പുലരാൻ സാധിക്കുന്ന ഒരു നാട് എന്ന് പറയുന്നത് അത് മതനിരപേക്ഷ സമൂഹമാണ്. അല്ലാതിരുന്നാൽ വർഗീയ ശക്തികൾ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ശക്തിപ്പെടുന്ന സംഘർഷവും ഏറ്റുമുട്ടലുമായിരിക്കും ഫലം. മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു അജണ്ടയാണ് ന്യൂനപക്ഷ പരിരക്ഷ. അത് ന്യൂനപക്ഷ പ്രീണനമാണെന്ന രീതിയിൽ RSS അതിശക്തിയായിട്ട് പ്രചരിപ്പിക്കുകയാണ്. ആ നിലപാടിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ന്യൂനപക്ഷ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷണമാണ്. ഇത് ലോകത്തെവിടെയും മാർക്സിസ്റ്റുകാർ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനമാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. നഗരമേഖലയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്ന് പാർട്ടി തീരുമാനിച്ചു. നവമാധ്യമ രംഗത്ത് അതിശക്തിയായ രീതിയിൽ മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാരവേല, ഗവൺമെൻറ് വിരുദ്ധ പ്രചാരവേല ഒരു ഭാഗത്ത് കോൺഗ്രസും മറുഭാഗത്ത് BJPയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. CPMനെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക എന്നത് ആലോചിച്ച് ഒരു കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കാണ്ട് തന്നെ ചർച്ച ആരംഭിക്കുന്ന നിലയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. MA ബേബിയുടെ ഒരു ലേഖനത്തിൻ്റെ പേരും പറഞ്ഞ് പച്ചക്കുതിരി ഭാഗമായിട്ട് മാധ്യമങ്ങൾ ചർച്ച നടത്തി. ആരും വായിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് പോയവരും വായിച്ചില്ല, ചർച്ച സംഘടിപ്പിച്ചവരും വായിച്ചിട്ടില്ല. എന്താ MA ബേബി എഴുതിയ ലേഖനം? ആദ്യം പറഞ്ഞത് മാറിപ്പോയി, അത് ബാലകൃഷ്ണൻ്റെ ലേഖനമാണ്. പിന്നെ പറഞ്ഞു അത് തെറ്റിപ്പോയി, ഇതല്ല ലേഖനം, മാറിപ്പോയി. അപ്പോൾ നിങ്ങൾ ചർച്ച സംഘടിപ്പിച്ചു. എന്തെങ്കിലും ജനാധിപത്യ മര്യാദ ഉണ്ടെങ്കിൽ തെറ്റായിപ്പോയി എങ്കിലും പറയണ്ടേ? ചില മാധ്യമങ്ങൾ ചർച്ച സംഘടിപ്പിച്ചവർ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു, ബാക്കി പറഞ്ഞിട്ടില്ലല്ലോ. ശരി മാത്രം ചെയ്യുന്ന കുറേ മാധ്യമങ്ങളാണ്, അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ
എന്തും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു മാധ്യമ ശൃംഖലയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട്, അതുപോലെ ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം എടുത്ത് ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ശക്തികളുടെ ആശയപ്രചരണം ശക്തിപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്.